ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഇനി ഏതാനും ശ്ലോകങ്ങളിലായിട്ട് ദേവന്മാരുടെ സ്തുതിയാണ്. ദേവാഹ ഊചുഹു. 21 ശ്ലോകം. വായു അംബരാഗ്ന്യക്ഷിതയസ്ത്രിലോക ബ്രഹ്മാദയോ യേ വയമുദുവിജന്ത ഹരാമയസ്മൈ ബലിമന്തകോസോ വിഭേദി യസ്മാദരണം തതോന. വായു, അംബരം, അഗ്നി, അപ്പ്, ക്ഷിതി, ഈ പഞ്ചഭൂതങ്ങൾ, അവയുടെ അധിപതികളായ ബ്രഹ്മാദയ, ബ്രഹ്മാദിദേവന്മാരും, ഏ വയം, ഇനി അവർക്ക് താഴെയുള്ള ഈ ഞങ്ങളും, ഉദ്വിജന്തഃ, പേടിച്ചമ്പരന്നുകൊണ്ട്, യസ്മൈ, യാതൊരു ആ പരമാത്മസ്വരൂപന് വേണ്ടിയാണോ, ബലിം ഹരാമ, പൂജ അനുഷ്ഠാനത്തെ അർപ്പിക്കുന്നത്, അസൗ, അങ്ങനെയുള്ള ഭഗവാനെ, അന്തകഃ അപി, കാലനും കൂടി, യസ്മാത് വിഭേദി, യാതൊരു പരമാത്മാവിനെയാണോ, കാലാന്തകനെയാണോ ഭയപ്പെടുന്നത്, തതഃ, ആ സർവേശ്വരനിൽ നിന്ന് തന്നെ, നഹ, ഞങ്ങൾക്ക് അരണം അസ്തു, ശരണം ഉണ്ടായി വരട്ടെ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന ആ പരമാത്മ പൊരുളായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ഞങ്ങൾക്ക് ശരണമുണ്ടാവട്ടെ. 22 ശ്ലോകം. അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാലിശ ശ്വലാംഗുലേനാദിതിദർത്തി സിന്ധു. അവിസ്മിതം, നിരഹങ്കാരനായി, പ്രശാന്തം, സർവദാ ശാന്തസ്വരൂപനായി. അങ്ങനെ ശാന്തത വരാൻ കാരണം രാഗദ്വേഷാദി ശൂന്യനായിരിക്കുന്നത് കൊണ്ട്. സ്വേന ഏവ ലാഭേന, തന്നെ താൻ ലഭിച്ചതുകൊണ്ടുള്ള ആ ആത്മാനന്ദത്താൽ, പരിപൂർണകാമം, എല്ലാ ആഗ്രഹവും തികഞ്ഞവനായി, സമം, എല്ലാറ്റിനോടും ഒരേ മാനസിക സ്ഥിതിയിൽ ഉള്ള ആ ഭഗവാനെ അല്ലാതെ, തം വിന, ആ ഭഗവാനെ ശരണം പ്രാപിക്കാതെ ഏതെങ്കിലും ഒരു ബലശാലിയെ, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു ബലശാലി എന്നെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റൊരാളെ, അപരം, അന്യനെ, യഹ ബാലിശഃ, യാതൊരു മൂഢൻ ഉപസർപ്പതി, ശരണം പ്രാപിക്കുന്നുവോ, അവൻ തീർച്ചയായും ഹി ശ്വലാങ്കുലേന, ശ്വാവിന്റെ വാലുകൊണ്ട്, സിന്ധും, സമുദ്രത്തെ അതിതിതർത്തി, കടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതുപോലെയാണ്. ഒരു നായയുടെ വാലിൽ പിടിച്ചു തൂങ്ങി ഒരാൾക്കും കടൽ താണ്ടുവാൻ ആവുകയില്ല. ഇതുപോലെയാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്കിടയിൽപ്പെട്ട ആരെയെങ്കിലും ആശ്രയിക്കുന്നത്. അതിന് നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന ആ സർവേശ്വരനെ തന്നെ സർവാത്മന ശരണം പ്രാപിക്കണം. അപ്പോഴാണ് ആ ശരണാഗതി നമ്മെ ഈ സംസാര അർണവത്തെ തന്നെ കടത്തുന്നത്. ഭാഗവതം കഥയിൽ മത്സ്യാവതാരം വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഇവിടെ ദേവന്മാരെ സംബന്ധിച്ച് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ മത്സ്യമൂർത്തിയായി വന്ന് അവതരിച്ച, ഓരോ തവണയും ഞങ്ങളുടെയൊക്കെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഭഗവാൻ അവതരിച്ചത് എന്നതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുകയാണ്. 23 ശ്ലോകം. യസ്യോരു ശൃംഗേ ജഗദീം സ്വനാവം മനുര്യഥാബധ്യതതാരദുർഗം സയേവ നസ്ത്വാശ്രഭയാദുരങ്കാത്
ത്രാതാശ്രിതാൻ വാരിചരോപി നൂനം. മനുഹു, സത്യവ്രതൻ എന്ന മനു രാജാവ്, ജഗതീം ഭൂലോകമാവുന്ന സ്വനാവം തന്റെ കപ്പലിനെ, യസ്യ യാതൊരു മത്സ്യമൂർത്തിയുടെ, ഉരു ശൃംഗെ വമ്പിച്ച കൊമ്പിന്മേൽ, ആബദ്ധ്യ അണച്ചുകെട്ടി, ആ ദുർഘടത്തെ, യഥാ തതാര എങ്ങനെയാണോ ശരിയായ രീതിയിൽ തരണം ചെയ്തത്, സഹയേവ വാരിചരഹ അതേ മത്സ്യമൂർത്തി, ആശ്രിതാൻ ആശ്രയിച്ച് ശരണാഗതി അടഞ്ഞിരിക്കുന്ന, നഹ അപി ഞങ്ങളെയും, ഇപ്പോൾ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന, ദുരന്താത് ഇതിനെങ്ങനെയാണ് ഒരവസാനം എന്നറിയാത്ത ഈ ത്വാഷ്ട്രഭയാത് ത്വഷ്ടാവിന്റെ മകനായ വൃത്രാസുരൻ എന്ന ഭീതിയിൽ നിന്ന്, നൂനം ത്രാത അതൊരാത്മവിശ്വാസമാണ്, തീർച്ചയായും ഭഗവാൻ രക്ഷിക്കും. ഇത്രയും കാലം രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഭഗവാൻ രക്ഷിച്ചുകൊള്ളും. അതാണ് ഒരു ഭക്തന്റെ ഉറപ്പ്. 24-ാമത്തെ ശ്ലോകം. പുരാ സ്വയം ഭൂരഭി സംയമാഭസ്സുതീർണവാദോർമിരവൈ കരാലേ ഏകോരവിന്ദാത് പതിതസ്തതാര തസ്മാത് ഭയാദ്യേന സനോസ്തു പാര. പുരാ ഒരു പ്രളയകാലം കഴിഞ്ഞ ആദ്യകാലത്ത്, സ്വയംഭൂഹു അപി ആദ്യമായി ഉണ്ടായി വന്ന ആ ബ്രഹ്മാവ് പോലും, ഉദീർണ വാത ഊർമിരവൈഹി ആഞ്ഞുയർന്ന കാറ്റുകൊണ്ടിളകിയ തിരമാലകളുടെ ഇരമ്പലുകളാൽ, കരാളെ ഭീഷണമായ സംയമ അംഭസേ ആ പ്രളയജലത്തിൽ, അരവിന്ദാത് പതിതഃ താമരയിൽ നിന്ന് വീണോ എന്നതുപോലെ, ഞാൻ ഇപ്പോൾ വീഴും എന്ന അവസ്ഥയിലാണ് ഭഗവാനെ വിളിച്ചത്. അങ്ങനെ ഏകഹ ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല, നിസ്സഹായനായി ഭവിച്ച ആ ബ്രഹ്മാവിനെ, തസ്മാത് ഭയാത് ആ ഭയത്തിൽ നിന്നും, യേന തതാര യാതൊരാൾ ആ ബ്രഹ്മാവ് കരകയറിയോ, സഹ ആ സർവേശ്വരൻ തന്നെ, നഹ ഞങ്ങൾക്കും, പാരഹ ഞങ്ങളെയും ഉദ്ധരിക്കുന്ന രക്ഷിക്കുന്ന ആളായി അസ്തു ഭവിക്കട്ടെ. ഞങ്ങളുടെ സൃഷ്ടിക്ക് കാരണക്കാരനായ അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ളത് എന്ന ആ ഭാവത്തിൽ അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട് സ്തുതിക്കുകയാണ്. യേകയേശോ നിജമായയാ സസർജയേനാനുസൃജാമ വിശ്വം വയം ന യസ്യാപി പുരസ്സമീഹത പശ്യാമലിംഗം പൃഥഗീശമാനിന യോ ന സപത്നൈ ഭൃശമർദ്യമാനാൻ ദേവർഷിതിര്യങ് നൃഷു നിത്യയേവ കൃതാവതാരസ്തനുഭിः സ്വമായയാ കൃത്വാത്മസാത് പാതി യുഗേ യുഗേ ച തമേവ ദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം വ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോധാസ്യതേ മഹാത്മാ. ഈശഃ സർവശക്തനായ യഹ യാതൊരുവൻ, ഏകഃ ഒരാളായി നിന്നുകൊണ്ട്, നിജമായയാ തന്റെ മായാവൈഭവത്താൽ, നഹ ഞങ്ങളെയും സസർജ സൃഷ്ടിച്ചുവോ, യേന അനു യാതൊരു ഭഗവാനാൽ അനുഗ്രഹീതരായിട്ട്, ആ ഭഗവാൻ തന്ന ശക്തിയാലാണ്, വയം ഞങ്ങൾ ഈ വിശ്വം സൃജാമ വിശ്വത്തെ സൃഷ്ടിച്ചു വരുന്നത്. ഞങ്ങൾക്കൊക്കെ ഓരോരോ ഉത്തരവാദിത്തം ഭഗവാൻ തന്നെയാണ് തന്നത്. അത് നടപ്പിലാക്കാനുള്ള ശക്തിയും ഭഗവാനാണ് തന്നത്. എന്നാൽ ഇടയ്ക്ക് ഞങ്ങളും അത് മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പൃഥക് ഈശമാനിനഹ ഞങ്ങളും സ്വയം ഈശ്വരന്മാരാണെന്ന് ഭാവിച്ചു പോകാറുണ്ട്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഒന്നുമല്ല.
അങ്ങനെ ഉള്ള ഞങ്ങൾ പുരഹ സമീഹതഃ ഞങ്ങൾക്കും മുൻപേ അന്തര്യാമിയായി അപി ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും യസ്യ ലിംഗം യാതൊരുവനെ സാക്ഷാത്തായിട്ട് ഞങ്ങൾ ന പശ്യാമ ദർശിക്കുന്നില്ലയോ, എന്നാൽ നിത്യനായിട്ടുള്ള നിത്യഃ യഹ ഏവ നിത്യനായ ആ യാതൊരു ഭഗവാൻ തന്നെ ദേവർഷി തിരിയങ് നൃഷു ദേവന്മാർ, ഋഷിമാർ, തിരിയക്കുകൾ, മനുഷ്യർ എന്നിവരുടെ ഇടയിൽ സ്വമായയാ തന്റെ മായാശക്തിയാൽ തനുഭിഹി ഓരോരോ ശരീരമെടുത്ത് ഞങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാൻ തന്നെ അവതാരമെടുത്ത് കൃത അവതാരഹ അവതാരം ചെയ്ത് സപത്നൈഹി ശത്രുക്കളാൽ ഭൃശം അർദ്യമാനാൻ അത്യധികം ദ്രോഹിക്കപ്പെടുന്ന നഹ ഞങ്ങളെ എന്റെ ആളുകളാണെന്ന ഭാവത്തിലാണല്ലോ ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്നത്. അതാണ് ആത്മസാത്. എന്റെ ആളുകളെ നിങ്ങൾ ഉപദ്രവിക്കുന്നുവോ എന്ന ആ സ്വന്തക്കാരാണെന്ന് കൃത്വ വിചാരിച്ചിട്ട് യുഗേ യുഗേ ഓരോ യുഗത്തിലും പാതിച്ച് പരിപാലിക്കുകയും ചെയ്യുന്നുവോ. ആത്മദൈവതം ജീവാത്മസ്വരൂപമായി ഭവിച്ച ഈശ്വരനായി, എന്തിന് ഈ വിശ്വം തന്നെയായി, വിശ്വാകാരനായി, എന്നാൽ അന്യം അതിൽ നിന്ന് അന്യനായിട്ട് ഇതിൻ്റെ എല്ലാം പരം പ്രധാനം മൂലകാരണമായ പ്രകൃതിയായും പുരുഷം ആ പ്രകൃതിയെയും നിലനിർത്തുന്ന പുരുഷനുമായി ശരണ്യം എല്ലാവർക്കും ശരണാർഹനായിരിക്കുന്ന തം ദേവം ഏവ ആ ഭഗവാനെ തന്നെ സർവേ ശരണം വ്രജാമ ഞങ്ങളെല്ലാവരും ഇതാ ശരണം പ്രാപിക്കുന്നു. മഹാത്മാ സഹ മഹാമനസ്കനായ ആ ഭഗവാൻ സ്വാനാം സ്വകീയരായ നഹ ഞങ്ങൾക്ക് ശം ക്ഷേമത്തെ മംഗളത്തെ ധാസ്യതി തീർച്ചയായും ഉളവാക്കുമെന്ന് ഉറപ്പു പറയുകയാണ്. ഇവിടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കാളും ഭഗവാൻ രക്ഷിക്കും, ഭഗവാൻ അല്ലാതെ പിന്നെ ആര് രക്ഷിക്കാൻ, ഭഗവാന്റെ സൃഷ്ടികളല്ലേ ഞങ്ങൾ എന്ന ഒരു ഭാവമാണിവിടെ ദേവന്മാർ പ്രകടിപ്പിക്കുന്നത്. ശുകബ്രഹ്മർഷി പറയുന്നു, ആ ദേവന്മാരുടെ സ്തുതിയിൽ സംപ്രീതനായി ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. 28ാമത്തെ ശ്ലോകം. ഇത് തേഷാം മഹാരാജ സുരാണാം ഉപതിഷ്ഠതാം പ്രതീച്യാം ദിശി അഭൂത് ആവിഹി ശംഖ ചക്ര ഗദാധരഃ. ഹേ മഹാരാജ, ഇതി ഉപതിഷ്ഠതാം ഇപ്രകാരം ഹൃദയത്തിൽ നിന്നുള്ള ആ വേദനയോടുകൂടിയുള്ള സ്തുതി, ആ സ്തുതിയിൽ സംപ്രീതനായി ആ സ്തുതിച്ചുകൊണ്ടിരുന്ന തേഷാം സുരാണാം ആ ദേവന്മാരുടെ പ്രതീച്യാം ദിശി, ഇവിടെ അതിന് ഹൃദയദിശയിൽ എന്ന് പറയുകയാണ്. അവരുടെ ഹൃദയം ഏത് ദിശയിലാണോ ഉള്ളത് അവിടെ ശംഖചക്ര ഗദാധരഃ ശംഖം ചക്രം ഗദ എന്നീ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ആവിഹി അഭൂത് ആവിർഭവിച്ചു. ആ ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നു 29, 30 ശ്ലോകങ്ങളിലായിട്ട്. ആത്മതുല്യൈഹി ഷോഡശഭിഹി വിനാ ശ്രീവത്സ കൗസ്തുഭൗ പര്യുപാസിതം ഉന്നിദ്ര ശരദംബുരുഹേക്ഷണം. 30 ദൃഷ്ട്വാ തം അവനൗ സർവേ സർവ ഈക്ഷണാഹ്ലാദ വിക്ലബാഃ ദണ്ഡവത് പതിതാരാജൻ ശനൈഹി ഉത്ഥായ തുഷ്ടുവുഹു. ആ സമയത്ത് ഭഗവാൻ ഒറ്റയ്ക്കല്ല പ്രത്യക്ഷപ്പെട്ടത്. ഭഗവാനെ പോലെയുള്ള 16 പേർ ഭഗവാന് ചുറ്റും നിന്ന് ഉപാസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഭഗവാന്റെ മറ്റ് ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ശ്രീവത്സവും കൗസ്തുഭവും ഇല്ലായിരുന്നു. അതാണ് ശ്രീവത്സ കൗസ്തുഭൗ വിന. ശ്രീവത്സവും കൗസ്തുഭവും ഒഴിച്ച് മറ്റു ലക്ഷണങ്ങളാൽ ആത്മതുല്യൈഹി ഭഗവാനെ തന്നെ പോലെ ഭഗവാനെ പോലെയുള്ള ഷോഡശഭിഹി 16 പേരാൽ പര്യുപാസിതം ചുറ്റും നിന്ന് ഉപാസിക്കപ്പെട്ടിരിക്കുന്നവനും ഉന്നിദ്ര ശരദംബുരുഹേക്ഷണം വികസിച്ച ശരത്കാലത്തെ പത്മം പോലെ
അത്രയും വികസിച്ച നേത്രഭംഗി ഉള്ളവനും ആയിട്ടുള്ള തം ദൃഷ്ട്വ ആ ഭഗവാനെ കണ്ട സന്തോഷത്താൽ ഈക്ഷണാഹ്ലാദ വിക്ലബാഹ ദർശനാനന്ദത്താൽ വിവശരായി ചമഞ്ഞ സർവേ എല്ലാ ദേവന്മാരും സർവേ അവനൗ ദണ്ഡവത് പതിതാഹ നിലത്ത് വടി പോലെ വീണു വണങ്ങി. എന്നിട്ട് രാജൻ ശനൈഹി ഉത്ഥായ സാവകാശം എഴുന്നേറ്റ് വീണ്ടും ഭഗവാനെ തുഷ്ടുവുഹു സ്തുതിച്ചു. നേരത്തെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്തുതിച്ചു. ഇനി ഭഗവാനെ നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിൽ സ്തുതിക്കുകയാണ്. 31-ാമത്തെ ശ്ലോകം. നമസ്തേ യജ്ഞവീര്യായ വയസേ ഉതതേ നമഃ നമസ്തേ ഹസ്തചക്രായ നമസ്സു പുരുഹൂതയേ. യജ്ഞവീര്യായ യജ്ഞമാകുന്ന വീര്യത്തോടുകൂടിയ, അതായത് ഭൂമിയിൽ യജ്ഞങ്ങൾ ചെയ്യുന്തോറും ഭഗവാന്റെ ശക്തിക്കും വീര്യം കൂടും എന്ന് പറയുന്നു. അങ്ങനെയുള്ള തേ നമഃ അങ്ങേക്ക് നമസ്കാരം. വയസേ ഉത കാലശക്തിയായി വർത്തിക്കുകയും ചെയ്യുന്ന തേ നമഃ അങ്ങേക്ക് നമസ്കാരം. അസ്തചക്രായ ഹി ചക്രായുധത്തെ പ്രയോഗിക്കുകയും ചെയ്യുന്ന തേ നമഃ അങ്ങേക്ക് നമസ്കാരം. സുപുരുഹൂതയെ ശോഭനങ്ങളായ അനേകം തിരുനാമങ്ങളോടുകൂടിയ അവിടുത്തേക്ക് നമഃ നമസ്കാരം. ഇവിടെ യജ്ഞത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ ചെയ്യുന്ന യജ്ഞത്തിന് സ്വർഗാദി ഫലം ഉണ്ടാകുന്നത് ഭഗവാന്റെ വൈഭവമാണ്. അപ്പോൾ ആ ഫലത്തിന് ഒരു സമയപരിധി, അതായത് ഇത്ര കാലം കൊണ്ട് ഈ ചെയ്ത ഫലം പ്രാപ്തിയിലെത്തണം എന്ന് തീരുമാനിക്കുന്ന കാലശക്തിയും അവിടുന്നാണ്. അതേസമയം ഇത്തരം അസുരന്മാരൊക്കെ പലപ്പോഴും യജ്ഞത്തിന് വിഘ്നം വരുത്താറുണ്ട്. അവരെ ചക്രായുധം പ്രയോഗിച്ച് സംഹരിക്കുന്നതും ഭഗവാനെ അങ്ങാണ്. ഇത്തരം മഹിമകളെ വെളിവാക്കുന്ന അനേകം തിരുനാമങ്ങളുള്ള അവിടുത്തേക്ക് നമസ്കാരം. ഈ സൃഷ്ടിയുടെ തുടക്കത്തിൽ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അതാണ് അങ്ങയുടെ രൂപം. പക്ഷേ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് സഗുണനായ അങ്ങയെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സ്തുതിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ശ്ലോകമാണ് 32-ാമത്തെ ശ്ലോകം. യത്തേ ഗതിനാം തിസൃണാമീഷിതു പരമം പദം നാർവാചീനോ വിസർഗസ്യ ധാതാ വേദിതുമർഹതി. ഹേ ധാത സ്രഷ്ടാവേ, ഈശിതുഹു ഗുണത്രയത്തിന്റെ നിയന്താവായ തേ അങ്ങയുടെ തിസൃണാം ഗുണത്രയാത്മകമായ 3 വിധം ഗതീനാം സൃഷ്ടിഭേദങ്ങൾക്കും പരമം അതീതമായി നിൽക്കുന്ന പദം യത് യാതൊരു സ്ഥിതിയുണ്ടോ, അതായത് അങ്ങയുടെ നിർഗുണ സ്വരൂപം, അതിനെക്കുറിച്ച് ആ ഒരു നിർഗുണ സ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കുവാൻ വിസർഗസ്യ അങ്ങ് സൃഷ്ടി തുടങ്ങിയതിന് ശേഷം അർവാചീനഹ ശേഷം ഉണ്ടായ ഈ ഉള്ളവർ വേദിതും അറിയുവാൻ ന അർഹതേ അർഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്കത് അറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയെ സ്തുതിക്കുന്നത്? അപ്പോൾ അങ്ങയെ ഞങ്ങൾ അറിയുന്ന രൂപത്തിൽ മാത്രമേ സ്തുതിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ എന്നാണ് ദേവന്മാർ പറയുന്നത്. ഇനി അങ്ങോട്ട് പഞ്ചമസ്കന്ധത്തിൽ കണ്ട ആ ഗദ്യരൂപത്തിൽ ഭഗവാനെ സ്തുതിക്കുകയാണ്. 33-ാമത്തെ ശ്ലോകം. ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവാദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ പരമകാരുണിക കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീനാഥ പരമഹംസ പരിവ്രാജകേ പരമേണാത്മയോഗ സമാധിന പരിഭാവിത പരിസ്ഫുട പാരമഹംസ്യ ധർമ്മേണോദ്ഘാടിതതമ
കപാടദ്വാരേ ചിത്തേ അപാവൃത ആത്മലോകേ സ്വയമുപലബ്ധ നിജസുഖാനുഭവോ. ഇവിടെ അല്ലയോ ഭഗവൻ എന്ന് തുടങ്ങി ലക്ഷ്മീനാഥ എന്ന് വരെയുള്ള 14 പദങ്ങളും ഭഗവാനെ സംബോധന ചെയ്തതാണ്. പിന്നീട് പറയുന്നത് ആ ഭഗവാനെ അറിയാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്നതിനെ കുറിച്ചാണ്. ഓം നമഃ തേ അസ്തു, ഓങ്കാരപ്പൊരുളായ ഭഗവാന് നമസ്കാരം. അങ്ങ് പരമഹംസ പരിവ്രാജകൈഹി, പരമഹംസന്മാരായ സന്യാസിമാരാൽ, അതായത് ഈ ലോകം സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിലെ അസത്യമായ വസ്തുക്കളെ ഒന്നും കാണാതെ സത്യമായ ഈശ്വരനിൽ മാത്രം മനസ്സു വച്ചിരിക്കുന്ന ആ പരമഹംസന്മാരായ സന്യാസിമാരാൽ പരമേണ ആത്മയോഗ സമാധിന, സർവോത്തമമായ അഷ്ടാംഗയോഗ സിദ്ധി കൊണ്ട് ആ സമാധി അവസ്ഥയിൽ എത്തിപ്പെട്ട് പരിഭാവിത പരിസ്ഫുട പാരമഹംസ്യ ധർമ്മേണ, അങ്ങനെ പരിശീലിക്കപ്പെട്ട് സ്പഷ്ടമായി ഭവിച്ച ഭഗവത് ഭക്തിയാൽ ഉദ്ഘാടിത തമഃ കപാടദ്വാരേ ചിത്തേ, അജ്ഞാനതിമിരത്തിന്റെ മറ നീക്കപ്പെട്ടിരിക്കുന്ന ചിത്തത്തിൽ അപാവൃതേ, വെളിപ്പെടുന്ന ആത്മലോകേ, ആ പരമഹംസന്മാരുടെ ഹൃദയഗുഹയിൽ അവരുടെ ആത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നു എന്ന് അവർക്ക് സ്വയം ഉപലബ്ധ നിജസുഖാനുഭവ, തന്നെത്താൻ അഭിവ്യക്തമായ സ്വകീയ ആനന്ദത്തിന്റെ അനുഭൂതിയാകുന്നു. ആ അനുഭൂതിയെക്കുറിച്ച് എങ്ങനെയാണ് വർണ്ണിക്കുക? എനിക്ക് നല്ല സുഖം തോന്നുന്നു എന്ന് പറയുന്നത് എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന സുഖത്തെ മറ്റുള്ളവരോട് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും? ഇതുപോലെയാണ് ഈശ്വരൻ എന്ന സത്യത്തെ അനുഭവിക്കാനേ പറ്റുള്ളൂ. അത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കില്ല. 34-ാമത്തെ ശ്ലോകം. ദുരവബോധ ഇവ തവായം വിഹാരയോഗോ യദശരണോ അശരീര ഇദമനവേക്ഷിതാസ്മത് സമവായ ആത്മനൈവാവിക്രിയമാണേന സഗുണമഗുണ സൃജസി പാസി ഹരസി. തവ അയം വിഹാരയോഗഃ, അങ്ങയുടെ ഈ ലീലാവിനോദം ദുരവബോധ ഇവ, ഞങ്ങളെ പോലുള്ള അജ്ഞന്മാർക്ക് അത് അറിയാത്ത ഒരു കാര്യമായി തന്നെ, ഒന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും ദുർജ്ഞേയമായി തന്നെ ഇരിക്കുന്നു. യത് അശരണഃ, എന്തെന്നാൽ മറ്റാരും ശരണമായിട്ടില്ലാത്ത ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിന് ശരണം. ഭഗവാന് ആരെയും ശരണമായി സ്വീകരിക്കേണ്ടതില്ല. അതുപോലെ ഭഗവാൻ അശരീരഃ, നിർദേഹനാണ്. അഗുണഃ, നിർഗുണനും ആയിരിക്കുന്ന ആ ഭഗവാൻ അനവേക്ഷിത അസ്മത് സമവായഃ, ഭഗവാന്റെ ഈ സൃഷ്ടിക്കൊന്നും ഞങ്ങളുടെ സഹയോഗം ആവശ്യമില്ല. അതൊന്നും പ്രതീക്ഷിക്കാതെ അവിക്രിയമാണേന, വികാരം സംഭവിക്കാതിരിക്കുന്ന ആത്മനായേവ, ഭഗവാന്റെ ആ രൂപത്തിനോ ഭാവത്തിനോ ഒന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഉണ്ടാവുക, പിന്നീട് വളരുക തുടങ്ങിയ സാധാരണ മനുഷ്യരുടെ ശരീരത്തിന് സംഭവിക്കുന്ന യാതൊരു വികാരവും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ആ സ്വരൂപം കൊണ്ടാണ് ഭഗവാൻ സഗുണം ഇതം, ത്രിഗുണാത്മകമായ ഈ വിശ്വത്തെ സൃജസി, സൃഷ്ടിക്കുന്നത്, പാസി, രക്ഷിക്കുന്നു, ഹരസി, സംഹരിക്കുന്നു എന്നതിൽ പരം ഒരു അത്ഭുതം വേറെ എന്താണുള്ളത്? ഇവിടെ കാണുന്നതെല്ലാം ഭഗവാന്റെ തന്നെ വിഭൂതികളാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്ന രീതിയിൽ ആ ദേവന്മാർ തന്നെ ചില സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. 35-ാമത്തെ ശ്ലോകം. അഥ തത്ര ഭവാൻ കിം ദേവദത്തവദിഹ ഗുണവിസർഗപതിത പാരതങ്കേണ സ്വകൃത കുശലാകുശലം ഫലമുപാദദാത്യാഹോസ്വിത്താത്മാരാമ ഉപശമശീല സമഞ്ജസദർശന ഉദാസ്തയിതിഹ വാവ ന വിദാമ. അഥ ഒരു പക്ഷേ തത്ര ഈ സൃഷ്ടിയിൽ ഭവാൻ
ദേവദത്തവത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഭഗവാൻ ദേവദത്തൻ എന്നോ മറ്റോ പേരുള്ള ഒരു ശരീരം സ്വീകരിച്ചിട്ട് ഇഹ ഗുണവിസർഗപതിതഃ, ഒരിക്കൽ ജനിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും നാനായോനികളിൽ ഇങ്ങനെ പതിച്ച് പുനർജന്മം ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കാരണം സ്വകൃത കുശല അകുശലം ഫലം. താൻ ചെയ്ത ഇങ്ങനെ ഒരു പേര് വന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നല്ലതും ചീത്തയുമായിട്ടുള്ള പല പല കർമ്മങ്ങൾ ചെയ്യും. അതിനുള്ള ഫലം പാരതന്ത്രേണ ഉപാദതാതി. അപ്പോഴങ്ങേക്ക് പ്രകൃതിയുടെ ഒരു അധീനത സംഭവിച്ച് അസ്വാതന്ത്ര്യം ഉണ്ടോ? പാരതന്ത്ര്യം അങ്ങ് അനുഭവിക്കുന്നുണ്ടോ? ആഹോസ്വിത്, ഇനി അതല്ല, ആത്മാരാമഃ, തന്നിൽ തന്നെ രമിക്കുന്നവനും ഉപശമശീലഃ, പരമശാന്ത സ്വഭാവനും സമഞ്ജസദർശനഃ, അഴിവില്ലാത്ത ചിച്ഛക്തിയോടുകൂടിയവനുമായ നിൻ തിരുവടി ഉദാസ്തേ. ഇനി അങ്ങനെ ഓരോ മനുഷ്യ ജീവനിലും വന്നിരുന്ന് എല്ലാം കണ്ടുകൊണ്ട് സർവസാക്ഷിത്വേന ഉദാസീനനായി വർത്തിക്കുകയാണോ? സത്യത്തിൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിഹവാവ ന വിദാമ, ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ ഒരുപാട് സൃഷ്ടി കാണുന്നുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. 36-ാമത്തെ ശ്ലോകം. നഹി വിരോധ ഉഭയം ഭഗവത്യപരിമിത ഗുണഗണ ഈശ്വരേ അനവഗാഹ്യ മാഹാത്മ്യേർവാചീന വികൽപ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്ക ശാസ്ത്ര കലിലാന്തകരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദനവസര ഉപരത സമസ്ത മായാമയേ കേവല ഏവാത്മമായാമന്തർധായ ഓന്വർത്ഥോ ദുർഘട ഇവ ഭവതി സ്വരൂപദ്വയാഭാവാ. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ പരമമായ ആ അവസ്ഥയും ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സൃഷ്ടിയും തമ്മിൽ വിരോധമില്ല. ഉഭയം വിരോധഃ നഹ നഹി. നിൻതിരുവടിയിൽ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായതല്ലല്ലോ. എന്നാൽ അങ്ങാകട്ടെ അപരിമിത ഗുണഗണേ, അതിരില്ലാത്ത ഗുണഗണങ്ങളോട് കൂടിയവനായും അനവഗാഹ്യ മഹാത്മ്യേ, ഇത്രയെന്ന് പറയാൻ സാധിക്കാത്ത അത്രയും മഹിമയോടുകൂടിയവനും. ഇനി ഭഗവാനെ ലഭിക്കാൻ കുറെ പാഠം ചെയ്തതുകൊണ്ടോ ശാസ്ത്ര പഠനം നടത്തിയതുകൊണ്ടോ അതിനെക്കുറിച്ച് തർക്കിച്ചതുകൊണ്ടോ കാര്യമില്ല എന്നാണ് പറയുന്നത്. അർവാചീനം, ഈ ബ്രഹ്മവസ്തുവിനെ സൂചിപ്പിക്കാൻ തക്ക ഒന്നും തന്നെ ഇവിടെ ഇല്ല. വാക്കുകൊണ്ടൊന്നും ആ വസ്തുവിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. ഇതല്ല അതല്ല എന്ന് പറയാം, അല്ലാതെ ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അർവാചീന വികൽപ വിതർക്കം, ഇങ്ങനെയുള്ള യുക്തിചിന്തകൾ, തീർപ്പുകൾ, വിചാര പ്രമാണ ആഭാസ കുതർക്ക ശാസ്ത്ര കലിലാന്തകരണാശ്രയ ദുരവഗ്രഹവാദിനാം, അതായത് മുടന്തൻ പ്രമാണങ്ങൾ ചിലർ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശാസ്ത്രങ്ങളുടെ പരിശീലനം ചെയ്ത് അങ്ങനെ കലങ്ങിയ സ്വബുദ്ധിയെ അവലംബിച്ച് അബദ്ധധാരണയോടെ വാദിക്കുന്ന ദുരവഗ്രഹവാദിനാം, ആ പണ്ഡിതന്മാരുടെ വിവാദ അനവസരേ, വാദവിവാദങ്ങൾക്കൊന്നും വിഷയീഭവിക്കാത്ത ഉപരത സമസ്ത മായാമയേ, എപ്പോഴാണോ ഒരാളുടെ ഉള്ളിൽ നിന്ന് ഈ മായയാകുന്ന പടലം നീങ്ങുന്നത് അപ്പോൾ മാത്രം അറിയാൻ സാധിക്കുന്ന ഈശ്വരേ കേവലേ ഏവ, സർവതന്ത്ര സ്വതന്ത്രനായും കേവലാത്മാവുമായും വർത്തിക്കുന്നവനെന്നിരിക്കലും ഭഗവതി അങ്ങയിൽ ആത്മമായാം അന്തർധായ സ്വമായാശക്തിയെ നിവേശിപ്പിച്ച് കോനു അർത്ഥഃ, എന്ത് കാര്യമാണ് അങ്ങേക്ക് ദുർഘടഃ ഇവ ഭവതി, അസംഭവമായി തീരുന്നത്. സ്വരൂപദ്വയ അഭാവാത്, വാസ്തവത്തിൽ ഇവിടെ കാണപ്പെടുന്നതെല്ലാം ഭഗവാനാണ്. ഞങ്ങളെ പോലുള്ള അജ്ഞന്മാർക്ക് കാണാത്ത അങ്ങയുടെ ആ നിർഗുണ രൂപവും, വാസ്തവത്തിൽ രണ്ട് സ്വരൂപവും
നിൻ തിരുവടിയിൽ അസിദ്ധമാകുന്നു എന്നതാണ് അതിന് കാരണം. അങ്ങേക്ക് സാധിക്കാത്തതായിട്ട് ഇവിടെ ഒന്നും തന്നെയില്ല എന്ന ഭഗവാന്റെ മാഹാത്മ്യത്തെ അവരെ കൊണ്ട് സാധിക്കുന്നത് പോലെ വർണ്ണിക്കുകയാണ്. ഇതിലപ്പുറം വിവരിച്ച് പറഞ്ഞു തരാനും സാധിക്കില്ല. കാരണം കൂടുതലും ആ ഒരു വേദാന്ത തലത്തിലുള്ള വർണ്ണനയാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.